മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലത്ത് 144 പേരെ കുറ്റകരമായ അനാസ്ഥയും കാണിച്ചതിനെ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടതായിട്ട് പറഞ്ഞു. മൊത്തം 380 പേരെ പിരിച്ചുവിട്ടതായിട്ട് അദ്ദേഹം പറയും. 8/7/2024 108 പേരെ പിരിച്ചുവിട്ട കൃത്യമായ ഒരു കണക്ക് മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറയുകയുണ്ടായി. ഇതിന് ബദലായി ഉമ്മൻചാണ്ടിയുടെ കാലത്തും പിരിച്ചുവിട്ടു പോലീസ് ഉദ്യോഗസ്ഥരെ എന്നും വാർത്ത വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ 2016 മുതലുള്ള കാലഘട്ടത്തിൽ 380 പേരെ പിരിച്ചുവിട്ടതായി പല വാർത്തകളും അന്ന് വന്നിരുന്നു. മനോരമ ഉൾപ്പെടെയുള്ള വാർത്തകൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അസംബ്ലിയിൽ കൃത്യമായ 2 DYSമാർ ഉൾപ്പെടെ ഏകദേശം 108 പേരെ പിരിച്ചുവിട്ട ഒരു കണക്ക് മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞു. എന്നെപ്പോലുള്ളവർ മുഖ്യമന്ത്രിയെ ശ്ലാഘിച്ച് സംസാരിച്ചു. കാരണം ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുണ്ടകളുമായിട്ടുള്ള ബന്ധമുണ്ട്, മാഫിയകളുമായിട്ട് ബന്ധമുണ്ട്, ഡ്രഗ് ലോബിയായിട്ടും ബന്ധങ്ങളുണ്ട്, വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുപിടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു ഭരണം നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സുതാര്യമായ നല്ല ഒരു ഭരണം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞപ്പം അസംബ്ലിയിൽ അത് പറഞ്ഞപ്പോൾ അത് കളവാകത്തില്ല, പിരിച്ചുവിട്ടത് തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തിനെ ശ്ലാഘിച്ച് പലരും സംസാരിച്ച്, ഞാൻ ഉൾപ്പെടെയുള്ള സംസാരിച്ചു. കാരണം അങ്ങനെ ഒരു ധൈര്യം കാണിച്ചല്ലോ മുഖ്യമന്ത്രി. ഏതായാലും ക്രിമിനൽ ധാരാളം കയറി പറ്റിയിട്ടുണ്ട് പോലീസിൽ. അതിനെ പൊതുജനങ്ങൾ ധാരാളം അനുഭവിക്കുന്നുണ്ട്. അവരുടെ മർദ്ദക വീരന്മാരുണ്ട്, ഗുണ്ടകളുമായിട്ട് തോളെ കൈയിട്ട് നടക്കുന്നവരുണ്ട്, DYSP റാങ്കിലുള്ളവർ വരെ ഉണ്ട്. അതെന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും പുസ്തകത്തിൽ അത് പറഞ്ഞപ്പം എല്ലാവരും കൈയടിച്ചു. പൊതുജനങ്ങൾക്ക് അത് വലിയ സന്തോഷകരമായി തോന്നി. കാരണം ധാരാളം സംഭവങ്ങൾ ദൈനംദിനം TV നമ്മൾ കാണുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ചില നിരപരാധികളെ മർദ്ദിക്കുന്നത്, കൈക്കൂലി വാങ്ങുന്നത്, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു കണക്കനുസരിച്ച് അദ്ദേഹം കൃത്യമായി 2011-2016 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് 54 പേരെ പിരിച്ചുവിട്ടെന്നുള്ള വാർത്ത ഇപ്പം വരുന്നുണ്ടെങ്കിലും അതിനകത്ത് 61 പേര്, 54 പേരിൽ പിന്നീട് ഒരു 61 പേരെയും കൂടെ പിരിച്ചുവിട്ടത് അവർ കൃത്യമായി ജോലിക്ക് ഹാജരായില്ല, അവർ വിദേശത്ത് ജോലിക്ക് പോയതായിരിക്കാം. അങ്ങനെ എങ്ങനെയായാലും മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ 2011-2016 54 പേരെ പിരിച്ചുവിടുകയും 61 പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് അവർ ജോലിക്ക് കൃത്യമായി ഹാജരാകാത്തത് കൊണ്ടാണ്. ഏതായാലും മനോരമയിൽ 20/1/2023 ചില വാർത്തകൾ വന്നിരുന്നു. ഗുണ്ടാബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും ഗുണ്ടാബന്ധം കാരണം അവിടുന്ന് ഒന്നിച്ച് ട്രാൻസ്ഫർ ചെയ്ത സംഭവം ഉണ്ടായി 2023. 2016 മുതൽ 2022 12 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടവർ തിരിച്ചു വന്ന് സർവീസിൽ കയറി നിയമപരമായ ഹൈക്കോടതിയുടെ ഓർഡർ അല്ലെങ്കിൽ സർവീസ് മാറ്റേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട് അവർ തിരിച്ചു വന്ന സംഭവങ്ങളുമുണ്ട്. ഏതായാലും 17/12/2029 59 പേരെ പിരിച്ചുവിട്ടതേ മനോരമ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് നമുക്കറിയാം, അടുത്ത കാലത്ത് അവിടുത്തെ ഒരു SHO ബിനു തോമസ് എന്നയാൾ സൂയിസൈഡ് ചെയ്തു. അദ്ദേഹം SI ആയിരിക്കുന്ന സമയത്ത് പിടിച്ച ഒരു ലേഡിയെ, അന്ന് CA ആയിരുന്ന വ്യക്തി അവരെ പീഡിപ്പിക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും ഈ SI മാനസികമായ സംഘർഷത്തിൽ തന്നെയായിരുന്നു. അതിനുശേഷം അയാൾ DYSP ആയി കഴിഞ്ഞിട്ട് കോഴിക്കോട് DYSP ആയിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ഈ SHO ആയ ബിനു തോമസിനെ അയാൾ പ്രൊമോഷനായി സർക്കിൾ ഇൻസ്പെക്ടറായി SHO ആയി പാലക്കാടുള്ള അദ്ദേഹം പാലക്കാട് ടൗണിലുള്ള ഒരു SHO ആയിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ വീണ്ടും ആ DYSP അയാളെ പീഡിപ്പിച്ചും ആ സ്ത്രീ തന്നെ പീഡിപ്പിച്ച് CI വന്ന് വീട്ടിൽ വന്ന് 2 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും ആ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. മാനസികമായ അദ്ദേഹത്തിന് അത് സംഘർഷത്താൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിട്ടാണ് വരുന്നത്. അത് 15/11/2025 അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. 1 മാസം മുമ്പ്, 1.5 മാസം മുമ്പാണ് സൂയിസൈഡ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ DYSP ആയ മേലുദ്യോഗസ്ഥൻ കാരണമാണ് അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് നോട്ടിൽ എഴുതി വെച്ചത് പുറത്തായി. അതുതന്നെ പോലീസിലെ ഒരു
കൃത്യമായ ജോലി ചെയ്യാതെയും പോലീസ് പവറിനെ ദുരുപയോഗം ചെയ്ത് ധാരാളം പേര് ജീവിക്കുന്നതായിട്ട് പോലീസിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വനിതാ പോലീസും അതിന് പിന്നോക്കം പോയിട്ടില്ല. അത് ഗുണ്ടാ ബന്ധങ്ങൾ ആരോപിക്കുന്നതോടൊപ്പം തന്നെ വനിതാ പോലീസ് അവർ ട്രാഫിക്കിലെ അടച്ച പണം 16 ലക്ഷം തട്ടിയെടുത്ത് 2018-2022 കാലഘട്ടത്തിൽ ഒരു മൂവാറ്റുപുഴയിലുള്ള ഒരു വനിതാ പോലീസ് തട്ടിയെടുത്തതിന് അവരെ സസ്പെൻഡ് ചെയ്യുകയും അതിന് അവർക്കെതിരായിട്ട് കേസെടുക്കുകയും ചെയ്തു. അത് തന്നെ മാലാപ്പറമ്പിലെ കോഴിക്കോട് ഒരു ബ്രോത്തൽ ഹൗസ് നടത്തുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അവർ ധാരാളം പണം ഉണ്ടാക്കി വിദേശത്തു നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരുമ്പം ഇവരുടെ അക്കൗണ്ടിലാണ് ആ പണം നിക്ഷേപിക്കുന്നത്. ധാരാളം സംഭവങ്ങൾ, ബാഡ് എലിമെൻറ്റ്സ് ധാരാളം പോലീസിൽ വന്നു കയറിയതിൻ്റെ ദൂഷ്യം പൊതുജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം സധൈര്യം ആൾക്കാരെ 144 പേരെ വലിയ ദൂഷ്യങ്ങൾ കാണിച്ചവരുൾപ്പെടെ 380 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമായി. ചിലരൊക്കെ സർവീസിൽ തിരിച്ചു കയറിയിട്ടുണ്ട്. അങ്ങനെ കയറിയ ഷാഫി പറമ്പലിനെ തലക്കടിച്ച ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടെന്നാണ് നമ്മൾ ഉൾപ്പെടെയുള്ള കരുതിയത്. പക്ഷേ അദ്ദേഹം തിരിച്ച് സർവീസ് മാറ്ററിൽ എങ്ങനെയോ വഴുതുണ്ടാക്കി അദ്ദേഹം തിരിച്ചു കയറി. ആ വ്യക്തിയാണ് ഷാഫി പറമ്പലിൻ്റെ തലക്കടിച്ചതെന്ന് പിന്നീട് വാർത്തകൾ വന്നു. അതേപ്പറ്റി പിന്നീട് എന്ത് നടന്നു, എന്ത് സംഭവിച്ചു എന്ന് ഇന്നും വ്യക്തമായില്ല. ഏതായാലും മാഫിയ ബന്ധം ആരോപിച്ച് 2 ഡിവൈഎസ്മാരെ പിരിച്ചുവിട്ടതിൽ ചിലർ മടങ്ങി വന്നു എന്നും വാർത്ത വരുന്നുണ്ട്. എന്തായാലും പോലീസിൽ ഇതുപോലെയുള്ള നികൃഷ്ടമായ കൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും എന്ന് ഈ ഗവൺമെൻറ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യം. സർവീസ് മാറ്റർ അനുസരിച്ച് തിരിച്ചു വന്നോട്ടെ. എങ്കിലും അടിയന്തരമായി ഇങ്ങനെയുള്ള ക്രിമിനലായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടേണ്ട ഒരു ആവശ്യം തന്നെയാണ്. അത് മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും അതൊരു പാഠമാകണം. അതുകൊണ്ട് കൃത്യമായി ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് സംരക്ഷണം കൊടുക്കുകയും അവർക്ക് സർവീസ് കാര്യത്തിൽ ഉയർച്ച കൊടുക്കുകയോടൊപ്പം ഇതുപോലെയുള്ള ബാഡ് എലിമെൻറ്റിനെ പിരിച്ചുവിടുകയും ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്.